ഒരാൾ പണി തരുമെന്ന് കരുതി മുൻകൂട്ടി അങ്ങോട്ട് പണി കൊടുക്കുന്ന ആളുകളുണ്ട്. അത് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ തന്നെ കലാശിക്കാറുമുണ്ട്. എന്നാൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലായാലോ സംഭവം കയ്യിൽ നിന്നും പോകുമെന്നും തീർച്ച. അത്തരത്തിലൊരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയത്. ഇറാനെതിരെ കടുത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇറാന്റെ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഇറാനിയൻ തലസ്ഥാനത്ത് വെള്ളിയാഴ്ച രാവിലെ സ്ഫോടനങ്ങൾ കേട്ടതായി സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇറാന്റെ വ്യോമ പ്രതിരോധം 100% പ്രവർത്തനശേഷിയിലാണെന്നും സ്റ്റേറ്റ് TV കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആക്രമണത്തിൽ ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. അതിനിടെ ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഓപ്പറേഷനെ തുടർന്ന് ടെഹ്റാനിൽ നിന്ന് പ്രതികാര നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറയുകയുണ്ടായി. ഇറാനെതിരെ ഇസ്രയേൽ ഭരണകൂടം നടത്തിയ ഒരു മുൻകരുതൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിനും അതിലെ സാധാരണക്കാർക്കും നേരെ സമീപ ഭാവിയിൽ ഒരു മിസൈലും ഡ്രോൺ ആക്രമണവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് കാറ്റ്സ് പറയുകയുണ്ടായി. നേരത്തെ ഇറാനിയൻ ആക്രമണ സാധ്യതയുണ്ടെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും മേഖലയിലെ ജീവനക്കാരെ പിൻവലിക്കുകയാണെന്നും US അറിയിച്ചിരുന്നു. അതേസമയം ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ US പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല എന്ന് ഒരു US ഉദ്യോഗസ്ഥൻ പറയുന്നുമുണ്ട്. ഇന്ന് രാത്രി ഇറാനെതിരെ ഇസ്രയേൽ ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയുണ്ടായി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. മേഖലയിലെ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ മുൻഗണന. ഈ നടപടി തങ്ങളുടെ സ്വയം പ്രതിരോധത്തിന് ആവശ്യമാണെന്ന് ഇസ്രയേൽ തങ്ങളെ അറിയിച്ചു എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത്. ട്രംപും ഭരണകൂടവും നമ്മുടെ സേനയെ സംരക്ഷിക്കുന്നതിനും പ്രാദേശിക പങ്കാളികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഇറാൻ US താൽപര്യങ്ങളെയോ ഉദ്യോഗസ്ഥരെയോ ലക്ഷ്യം വെക്കരുത് എന്നും റൂബിയോ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പടിഞ്ഞാറൻ ടെഹ്റാനിലെ ചിറ്റ്കറിലാണ് ആക്രമണമുണ്ടായത് എന്നാണ് വിവരം. എന്നാൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ആണവ കേന്ദ്രങ്ങൾ ഒന്നുമില്ല. അതേസമയം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ല എന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ ഒരു ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥൻ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ തിരിച്ചറിയാതെയാണ് ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ടെഹ്റാന്റെ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയെ ചൊല്ലി സംഘർഷങ്ങൾ പുതിയ തലങ്ങളിൽ എത്തിയപ്പോഴാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. രാജ്യത്ത് മൂന്നാമത്തെ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും കൂടുതൽ നൂതനമായവയ്ക്കായി ചില സെൻട്രിഫ്യൂജുകൾ മാറ്റി സ്ഥാപിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം തങ്ങളുടെ ആക്രമണം ഇറാനിലെ ജനതയ്ക്ക് നേരെയല്ലെന്നും ഇറാനിലെ ഏകാധിപത്യ സർക്കാരിനെതിരെയാണെന്നും നെതന്യാഹു പറയുകയുണ്ടായി. മാത്രമല്ല ഇതുകൊണ്ടൊന്നും നിർത്തില്ലെന്നും ഓപ്പറേഷൻ തുടരുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപകമാക്കുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുമുണ്ട്. ടെഹ്റാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാഖ് തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ നഡാൻസ് ആണവ പ്ലാന്റും ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇനി എങ്ങനെയൊക്കെ ഇസ്രയേൽ തടയാൻ നോക്കിയാലും ഇറാൻ വെറുതെ ഇരിക്കില്ല എന്നും ഇറാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നതും തീർച്ചയാണ്. അത് ലോക രാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്നത് പോലെ ആണവായുധങ്ങൾ വെച്ചിട്ടാവരുത് എന്നാണ് ഇറാനോട് മറ്റു രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്.